ഹലോ ഫ്രണ്ട്സ്, സ്റ്റുഡൻറ്റ് വിസയിലാണെന്നുണ്ടെങ്കിലും ഡൊമസ്റ്ററി കെയർ വിസയിലാണെന്നുണ്ടെങ്കിലും ഒരു നേഴ്സിംഗ് വിസയിലോ അല്ലെങ്കിൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിസയിൽ യു കെയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹം തന്നെയാണ്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ 20 ലക്ഷം 25 ലക്ഷം രൂപ കൊടുത്തിട്ട് ഡൊമസ്റ്ററി കെയർ വിസകളിൽ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള, അതായത് മാസ്റ്റർ ഡിഗ്രിയൊക്കെ പാസ്സായിട്ടുള്ള ആൾക്കാർ പോലും ഇവിടെ വന്ന് ഡൊമസ്റ്ററി കെയർ വിസകളിൽ കഷ്ടപ്പെടുന്നത്. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും 5 വർഷം കഴിയുമ്പോൾ അവർക്ക് PR നേടുക. PR നേടിക്കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ജോലി ട്രൈ ചെയ്തുകൊണ്ട് അവിടേക്ക് മാറി അവരുടെ കുടുംബത്തോടൊപ്പം ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യാമെന്നുള്ള ആ ഒരു കണക്ക് കൂട്ടലിലാണ് 15-20 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ഡൊമസ്റ്ററി കെയർ വിസകളിൽ ആ ഒരു ജോലിയിൽ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആൾക്കാർ യു കെയിലേക്ക് എത്തിച്ചേർന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2-3 വർഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് സ്റ്റുഡൻസാണ് അവരുടെ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് യു കെയിലേക്ക് എത്തിയത്. അങ്ങനെ വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമായിരുന്നു. മാത്രമല്ല, ഇവിടെ 2 വർഷത്തെ സ്റ്റേ ബാക്ക് ലഭിക്കുന്നതുകൊണ്ട് ആ ഒരു 2 വർഷം അവർക്ക് ഫുൾ ടൈം ജോലി ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 10-15 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ യു കെയിൽ വരിക, ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവർ പഠിക്കുക, അവരുടെ ഡിപ്പെൻഡൻസിനെ യു കെയിലേക്ക് കൊണ്ടുവരിക, അവർക്ക് ഒരു ഫുൾ ടൈം ജോലി നേടുക. അങ്ങനെ എവിടെയെങ്കിലും ഒരു വർക്ക് പെർമിറ്റ് അവർക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് മാറാമെന്നുള്ള എല്ലാ ഓപ്ഷനുകളും യു കെയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോഴത്തെ ഡൊമസ്റ്ററി കെയർ വിസയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റുഡൻറ്റ് വിസയിലാണെന്നുണ്ടെങ്കിലും ആൾക്കാരുടെ ഒരു വലിയ തള്ളിക്കയറ്റം കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നെറ്റ് ഇമിഗ്രേഷൻ്റെ പ്രശ്നം വന്നതും ഈ ഒരു കെയർ വിസയിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ ഡിപ്പെൻഡൻറ്റ് വിസയും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ ഡിപ്പെൻഡൻറ്റ് വിസയും ഗവൺമെൻറ് നിർത്തലാക്കിയത്. എന്തായാലും നമ്മളെപ്പോലുള്ള ധാരാളം ആൾക്കാർ ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിലും അതുപോലെ തന്നെ ഡൊമസ്റ്ററി കെയർ വിസകൾ വന്നിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ്. പക്ഷെങ്കിൽ നാട്ടിലെ ജോലിയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അവർക്ക് വേറൊരു തലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് അവർക്ക് സാധിക്കാത്ത ആൾക്കാർ പോലും അവസാനം 10-15 ലക്ഷം രൂപ കൊടുത്താലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും യു കെയിൽ എത്തിച്ചേരുക, കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ യു കെയിലേക്ക് എത്തിച്ചേർന്നത്. യു കെയിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് ഇവിടെ വന്നൊരു ജോലി ചെയ്യുക, ഒരു ഡൊമസ്റ്ററി കെയറിലാണെങ്കിൽ പോലും നമ്മളെപ്പോലുള്ള ഒരാൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെയും വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷെങ്കിൽ ഓരോ സമയത്തും വലിയ പ്രശ്നങ്ങൾ കൂടിയാണ് യു കെയിൽ എത്തിയിരിക്കുന്ന ഓരോ ആൾക്കാരും കടന്നു പോകുന്നത്. കാരണം നമ്മുടെ ഇന്ത്യൻ സംസ്കാരവും അതുപോലെ തന്നെ ബ്രിട്ടീഷ് സംസ്കാരവും അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങളും ബ്രിട്ടനിലെ നിയമങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒന്ന് ഡ്രൈവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഈസിയാണ്. അല്ലെങ്കിൽ യു കെയിൽ എത്തിയതിന് ശേഷം ഇവിടെ എങ്ങനെയാണെന്ന് ഡ്രൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ യു കെയിലെ ഒരു ലൈസൻസ് നമ്മൾ നേടുന്നതിന് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരും ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ കൂടി കടന്നു പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ യു കെയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ, ഈവൻ നിങ്ങളിപ്പോഴൊരു കടയിൽ പോയിട്ടൊരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങളുടെ കൊളീഗ്സ് അല്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ എപ്പോഴും എല്ലാം അറിഞ്ഞിരിക്കണം. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് കേട്ടൊരു കാര്യമാണ്, ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ഒരാളെ പെൺകുട്ടിയുമായിട്ട് ടെക്സ്റ്റിങ് ചാറ്റിംഗ് ഒക്കെ നടത്തി പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോയി അദ്ദേഹത്തെ ജയിലിൽ അടച്ചിട്ടുള്ള കാര്യം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ യു കെയിൽ പലപ്പോഴുമായിട്ട് പുറത്തു വരുന്നുണ്ട്. യു കെയിലേക്ക് എത്തിയിട്ടുള്ള നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതേപോലെയുള്ള കുറച്ച് കാര്യങ്ങളും നിയമങ്ങളും എല്ലാം അറിയുന്നവരാണ്. പക്ഷെങ്കിൽ ഇതൊക്കെ അറിയാത്തവരായിട്ടുള്ള ധാരാളം ആൾക്കാർ ഇപ്പോഴും യു കെയിൽ വന്നിട്ടുമുണ്ട്, ജോലി ചെയ്യുന്നുമുണ്ട്, ഇനിയും വരാനിരിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പുതിയ ഒരു കാര്യം കൂടി വെളിയിലേക്ക് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. കേവലം 29 വയസ്സ് മാത്രമുള്ള ഒരു പയ്യന് നാട്ടിൽ നിന്ന് സ്റ്റുഡൻറ്റ് വിസയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ എത്തി, ഡിപ്പെൻഡൻറ്റ് വിസയിൽ യു കെയിലേക്ക് എത്തി. ഭാഗ്യത്തിന് നമുക്കറിയാം, ഒരു NHS ഹോസ്പിറ്റലിലൊക്കെ നമുക്കൊരു കെയറായിട്ട് അല്ലെങ്കിൽ കെയർ അസിസ്റ്റൻ്റായിട്ടൊക്കെ ജോലി ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുതന്നെ ഒരു മഹാഭാഗ്യമാണ്. നമുക്ക് ഈ ഡൊമസ്റ്ററി കെയർ വിസകളിലൊക്കെ വന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന്
കണക്കിന് ആൾക്കാർ ഇപ്പോൾ ഈ ഒരു NHS ഹോസ്പിറ്റലിലേക്ക് ഒരു കെയർ വിസ കിട്ടാനായിട്ട് വലിയ രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. NHS ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള ഓരോരുത്തർക്കും അറിയാം, നേഴ്സായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഡിപ്പെൻഡൻ്റായിട്ട് വന്നിരിക്കുന്ന ധാരാളം ആൾക്കാർക്ക് ഇപ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുന്നുണ്ട്. ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു NHS ഹോസ്പിറ്റലിൽ നമുക്കൊരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ കെയർ അസിസ്റ്റൻ്റായിട്ട് ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചോളം അവരുടെ ഡിപ്പെൻഡ് വിസയിൽ വന്നിരിക്കുന്ന ഒരാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് വലിയ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാത്ത ഒരു ജോലിയാണ് ഈ ഒരു NHS ഹോസ്പിറ്റലിലെ ജോലി. അങ്ങനെ ഒരു ജോലി നമുക്ക് ലഭിക്കുമ്പോഴേ നമ്മളതിൻ്റെ ഉത്തരവാദിത്തം എടുക്കാനും അതേപോലെ തന്നെ ആ ജോലിയിൽ നമ്മൾ കാണിക്കേണ്ടുന്ന പക്വതയും അതുപോലെ തന്നെ അവിടെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടുന്ന കടപ്പാടുകളും നമ്മൾ 100% അവിടെ കൊടുത്തിരിക്കണം. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ ഒരു പുതിയ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ കേവലം ഒരു 12 ദിവസം മാത്രമാണ് ഈ പറയുന്ന കക്ഷി അവിടെ ജോലി ചെയ്തിരിക്കുന്നത്. ആ ഒരു ആളിനെയാണ് ഇപ്പോഴേ 13 വർഷത്തേക്ക് ജയിലിൽ അടച്ചിരിക്കുന്നത്. കാരണം അവിടെ വന്നിരിക്കുന്ന ഒരു രോഗിയെ റേപ്പ് ചെയ്തു എന്നുള്ളൊരു കേസിലാണ് ഈ ഒരു 29 വയസ്സുകാരനായ നമ്മളുടെ മലയാളിയായ ഈ ആളിനെ ഇപ്പോഴേ ജയിലിൽ അടച്ചിരിക്കുന്നത്. നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ NHS ഹോസ്പിറ്റലുകൾ നമ്മളെപ്പോഴും ജോലി ചെയ്യുമ്പോഴേ അത് കെയർ ആണെന്നുണ്ടെങ്കിലും നേഴ്സാണെന്നുണ്ടെങ്കിലും ഡോക്ടറാണെന്നുണ്ടെങ്കിലും യാതൊരു വ്യത്യാസവുമില്ല. ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനിപ്പോൾ ഡോക്ടറാണോ അല്ലെങ്കിൽ കൺസൾട്ടൻ്റ് ആണോ അല്ലെങ്കിൽ അതിനേക്കാട്ടിൽ ഉയർന്ന പദവിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും അവർ ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ട് അത് തെളിഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ അയക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മുടെ നാട്ടിലെ ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടിപാടുണ്ട് അല്ലെങ്കിൽ നമുക്ക് രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടു പോകും. പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ പെട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് എത്ര വലിയ ആളാണെങ്കിൽ പോലും അത് നമ്മളെ ജയിലിലേക്ക് അടയ്ക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുതുതായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ധാരാളം സുഹൃത്തുക്കളാണ് ഇപ്പോൾ NHS ഹോസ്പിറ്റലുകൾ നമ്മൾ ജോലി ചെയ്യുന്നത്. കാരണം ഈ ഒരു നേഴ്സായിട്ടോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ടോ അല്ലെങ്കിൽ ഡോക്ടറായിട്ടോ ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് എപ്പോഴും രോഗികളുമായിട്ട് അവർക്ക് പേഴ്സണൽ ഡയറക്റ്റ് കോൺടാക്റ്റ് എപ്പോഴും ഉണ്ടാകും. കാരണം ഈ ഒരു നേഴ്സായിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചാൽ അവർക്ക് പേഴ്സണൽ ഹൈജീൻ അതുപോലെയൊക്കെയുള്ള എല്ലാ ജോലികളും ചെയ്യേണ്ടതായിട്ട്. അപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേഷ്യൻറ്റിന് നമ്മളൊരു കെയർ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ വളരെയധികം ഒരു മെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റാഫാണ്, ഒരു ഫീമെയിൽ പേഷ്യൻ്റാണ് നമ്മൾ കെയർ കൊടുക്കുന്നതെങ്കിൽ വളരെയധികം നമ്മൾ ശ്രദ്ധയോടുകൂടി മാത്രമേ അത് കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം നമ്മളുടെ ഒരു ടച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഒരു നോട്ടം തന്നെ ചിലപ്പോഴും അതൊരു ഫീമെയിൽ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടില്ലാത്ത കുറ്റമാണെങ്കിൽ പോലും നമ്മളൊരു പക്ഷെങ്കിൽ പെട്ടുപോകാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. അവസാനം അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ലാന്ന് പറഞ്ഞുകൊണ്ട് മിക്കവാറുമുള്ള കേസുകളിൽ അവരെ പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് വിടുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷെങ്കിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയം ഒരു 2-3 മാസക്കാലം ചിലപ്പോഴും നമ്മൾ സസ്പെൻഷനിലായിരിക്കും. പോലീസ് കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സമയത്തെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആ ഒരു സമയത്ത് അനുഭവിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് UK വരുന്ന അല്ലെങ്കിൽ UK ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ച് നിങ്ങൾ നേഴ്സിംഗ് ഹോമുകളിലോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കെയറിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള NHS ഹോസ്പിറ്റലുകളിലൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ വളരെയധികം കെയർഫുൾ ആവണം. നിങ്ങൾ മിനിമം ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ സെക്ടറുകളിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ ഈ RCNO അല്ലെങ്കിൽ യൂണിസനോ ഇതുപോലുള്ള ഏജൻസികളിൽ നിങ്ങൾ തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് എടുത്തിരിക്കണം. നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ എപ്പോഴും നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഇവരുടെ ഒരു സഹായം നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും. നമ്മളിപ്പോൾ ഒരു സോളിസിറ്ററിനെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിസിറ്ററിൻ്റെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വളരെയധികം കൂടുതലാണ്. മാത്രമല്ല ഓരോ സോളിസിറ്ററും അവിടെ പോയി വാദിച്ചു കഴിഞ്ഞാൽ ആ കഴിവുള്ള ഒരു സോളിസിറ്റർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ശിക്ഷകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ എല്ലാവരും വളരെയധികം കെയർഫുൾ ആവുക. നമ്മൾ തന്നെ ആയിരിക്കും നമ്മളെ രക്ഷപ്പെടുത്തേണ്ടത്. വേറെ ആരും തന്നെ നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കത്തില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.